തീരമോ തരംഗമോ രാഗസാ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് ശേഷം? അപ്പം ഞാൻ ട്യൂഷൻ പോയിട്ട് വന്നിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന്, ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ പോലെ. അപ്പം ട്യൂഷൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും 11 മണിയൊക്കെ ആയിട്ടോ. അങ്ങനെ ഞാൻ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം എനിക്ക് ഓൺ എക്സാം വരാറായി, അപ്പോൾ ഇന്ന് ഫുൾ പഠിത്തമൊക്കെ ആയിരിക്കും. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ഫിസിക്സാണ് എടുക്കുന്നത്. അതിൽ ഞാൻ അങ്ങോട്ട് ഹൈലൈറ്റർ ഒരു പൂശലായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കണതിൻ്റെ ഇടയ്ക്ക് പഠിക്കണതല്ലാത്ത ഇങ്ങനെ ഓരോരു കൊനിഷ്ഠ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും പഠിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഫിസിക്സ് അല്ലേ ഗൈസ്, ഒരു ലോഡ് ഡെറിവേഷൻ ഉണ്ടല്ലോ, അതങ്ങോട്ട് വാരി പറക്കി എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു ഞാൻ. അത് എത്ര കാണാതെ അടിച്ചാൽ തല കയറത്തില്ല. പക്ഷേ നമ്മൾ എഴുതി പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു തവണ എഴുതി തന്നെ നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് അത് കയറും. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ട്യൂഷൻ പോയാൽ അപ്പോൾ ഉമ്മച്ചി എനിക്ക് ഈ ചിപ്സ് കൊണ്ട് തന്നു എനിക്ക്. അപ്പം ഞാനത് കഴിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് കഴിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ച് അങ്ങോട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിച്ചുകൊണ്ട് പിന്നെയും നമ്മൾ ബാക്ക് ടു ഫിസിക്സ്. അപ്പോൾ ഫിസിക്സിലേക്ക് വന്നു. അതിനുശേഷം പിന്നെയും ഞാനത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഏതോ സംഭവം നിങ്ങൾക്ക് മനസ്സിലായത് പ്ലസ് ആരുടെ വീഡിയോ ആണെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പം സെപ്റ്റംബർ 2 അങ്ങനെ എൻ്റെ പഠിക്കണ ഏരിയ കണ്ടോ ഫുൾ ഇതായി. പിന്നെ ഞാൻ കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ ഒരു ക്ലിനിക് പ്ലസിൻ്റെ ആ ഒരു ഷാമ്പൂ ഇട്ടാണ് കേട്ടോ ഹെയർ വാഷ് ചെയ്തത്. പിന്നെ ഞാനങ്ങ് വെള്ളം നിറച്ച് വെച്ചു. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വരും. അപ്പം എൻ്റെ കുറച്ച് സമയം പോകും. അപ്പം ഞാൻ പിന്നെ അത് നിറച്ച് വയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് നിറച്ച് വെച്ചു വിട്ടു. ഇളം ചൂടുള്ളല്ലേ, അതാണ് അത് നിറച്ച് വെച്ചിട്ട് പോയി. അപ്പോൾ അതാണ് കുപ്പി കാണിച്ചോളൂ. എൻ്റെ പെട്ടിഷോ നിങ്ങൾ കണ്ടോ? അങ്ങനെ അപ്പോൾ എൻ്റെ പഠിക്കുന്ന സ്ഥലം അലമ്പായിട്ടിരിക്കുകയാണ്. മൈൻഡ് ചെയ്യേണ്ട. എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഓൺ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് അത് അറേഞ്ച് ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ എനിക്ക് അത് അറേഞ്ച് ചെയ്യാൻ മാത്രം നേരം ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ പഠിക്കുന്ന സമയമുണ്ടെന്നറിയില്ല, മുൻവശം നിറച്ചും കിളികളും പിള്ളേരും ഓടലും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ വണ്ണാത്തിപ്പുള്ളി എന്നാണ്, എനിക്ക് അറിയത്തില്ല കേട്ടോ. അത് വന്ന് ഫ്രണ്ടിൽ മഴയൊക്കെ ആയതുകൊണ്ട് കുളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നോക്കിക്കൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. അത് മാത്രമല്ല കുറേ എന്തൊക്കെയോ വന്ന്. അപ്പോൾ ഞാൻ അതിലേക്ക് നോക്കിക്കൊണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പഠിക്കൽ നടക്കുന്നില്ല, പഠിക്കൽ ഒഴിച്ചാൽ ബാക്കി നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ എക്സാമിനറിൻ്റെ കേസ്, ഞാനൊരു എക്സാമിനർ ഫാൻ. ഞാൻ എക്സാമിന് മാത്രമല്ല എല്ലാം കാണും. അപ്പം ഞാൻ എക്സാമിനറിൻ്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അലക്സ് സാറിൻ്റെ ഫിസിക്സിൻ്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാനത് കുറേ നേരം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു. കുറേ നേരം കണ്ടു. ഞാൻ ഇന്ന് ഇത് കണ്ടു, മാത്സിൻ്റെ ഒക്കെ കണ്ടു. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറേ കിളികളൊക്കെ പോകുന്നുണ്ടായിരുന്നു അതിൽ കൂടെ. ഇതെന്താ ഉപ്പൻ കാക്ക അത് ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് എനിക്ക് വീടെടുക്കാൻ പറ്റാതെ മുമ്പ് അത് പോയി. പിന്നെ കഴിച്ച് ലഞ്ച് കഴിക്കുന്ന സമയം ഇപ്പോൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ പൊട്ടറ്റോ ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കും. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ കാര്യം എന്താ, അപ്പം ഇന്ന് വെറും ചോറാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ആക്കാൻ വേണ്ടി എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ ഫ്രൈസ് ഇങ്ങനെ ഉമ്മിച്ച് മസാലയൊക്കെ തേച്ച് വയ്ക്കാറുണ്ട് ഫ്രിഡ്ജിൽ. അത് എപ്പോഴും നോക്കി കാണും. അപ്പം ഞാനത് കുറച്ചെടുത്തിട്ട് എനിക്ക് വേണ്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി അത് ഞാൻ എടുത്ത് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോഴാണ് മനസ്സിലായത് വെറും ചോറല്ല, ഇന്നലെ സൺഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ദമ്മുണ്ടായിരുന്നു, ചിക്കൻ ദമ്മുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു ഞാൻ അതെടുത്ത് കഴിച്ചോന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനെടുത്ത് അതെടുത്താണ്. ഇപ്പോൾ ചിക്കൻ ദമ്മെന്ന് അറിയാമെങ്കിൽ ഞാൻ ആ ഫ്രൈസ് ഉണ്ടാക്കില്ലായിരുന്നു. അപ്പോൾ വെറുതെ ഞാൻ ആ ഫ്രൈസ് ഉണ്ടാക്കി. അപ്പം കുഴപ്പമില്ല കിടന്നോട്ടെ എന്ന് പറഞ്ഞ് ഞാനതും ഇടുന്നുണ്ട് കേട്ടോ. എൻ്റെ കാര്യം വെറും ചോറായിരുന്നു. അപ്പം സൺഡേ ഉണ്ടാക്കിയ ദമ്മ് ബാക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ അതെടുത്തങ്ങ് കഴിച്ചു. പിന്നെ ചിക്കൻ 65 പോലെ ആക്കിയതാണ് പോലെയാണ്, കറക്റ്റല്ല, എൻ്റെ വീട്ടിൽ തട്ടിക്കൂട്ടി 65 ആണിത്. അപ്പോൾ അതും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ചാർ ഒരു കച്ചമ്പർ വെജിറ്റബിൾ സാലഡിന് ഒരു കുറവുണ്ടായിരുന്നു. ബാക്കിയെല്ലാം എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഇത്രയും ഹെവി ലഞ്ച് ആയതുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുക, നമുക്ക് ഒരു ഉറക്കക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് കുറേ പഠിപ്പം നടന്നില്ല. അപ്പം അങ്ങനെ ഇന്ന് എനിക്ക് നല്ല സാറ്റിസ്ഫൈ ആയിട്ടുള്ള ലഞ്ചായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ എക്സാമൊക്കെ ആയതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഇനി വീഡിയോ വരാം. അത് ഓൺ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ വരാം ഇനി, കാരണം എനിക്ക് പഠിക്കാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഓൺ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും ഇനി വീഡിയോ വരാം. അങ്ങനെ പിന്നെ ഞാൻ അത് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനൊപ്പം ഞാൻ ടി വിയിൽ സിനിമ വന്നിട്ടുണ്ടായിരുന്നു. നീ വരുവോളം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല സിനിമയായിരുന്നു, നല്ലൊരു അടിപൊളി സിനിമ, എനിക്കിഷ്ടമായി. അപ്പോൾ ഞാൻ സിനിമ കണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പകുതിക്ക് ഞാൻ കാണാൻ പോയത്. അങ്ങനെ അതൊക്കെ കണ്ടിരിക്കും വൈകുന്നേരമായി. പിന്നെ ഇതായിരുന്നു ഈവനിങ് സ്നാക്സ് ഉണ്ടായിരുന്നു. ബോർബോണില്ല, അത് വേറെ ടൈപ്പ് ബോർബോണാണ് കേട്ടോ, മറ്റേ സാധാ ബോർബോണല്ല, വേറെ ടൈപ്പ് ബോർബോണായിരുന്നു. പിന്നെ ഞാൻ അത് വൈകുന്നേരം കെമിസ്ട്രി പഠിച്ചു കൊടുത്തു ഞാൻ. അപ്പോൾ കെമിസ്ട്രി പഠിച്ചു. പിന്നെ ഈ ഒരു ബബിൾഗം ഉണ്ടായിരുന്നു. ഇതെനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. എനിക്ക് ഇതിനേക്കാളും എനിക്കിഷ്ടം ഒറ്റ പാക്കറ്റ് ഇടുന്ന ടൈപ്പില്ലേ, ബൂമർ സെൻറ്റർ ഫിഷ് അങ്ങനത്തെയൊക്കെ ഇഷ്ടം, എനിക്ക് വലിയ ഇഷ്ടമായൊന്നുമില്ല. പിന്നെ ഞാൻ രാത്രിത്തേക്ക് പഠിക്കാനുള്ളത് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. ഇത് അതുപോലെ നടക്കാറുന്നില്ല. ഞാൻ
പല പല ഒഴിവുത്തരം കാണിച്ച് ചിലപ്പോൾ ഒരു വിഷയമൊക്കെ ചിലപ്പോൾ ഒരു വിഷയം പോയി പഠിക്കുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ കെമിസ്ട്രി തീർത്തു, വേറൊന്നും ഞാൻ അങ്ങ് ചെയ്തില്ല. കാരണം ഞാൻ ഈവനിങ് കഴിഞ്ഞിട്ട് അധികം വ്ളോഗൊന്നും എടുത്തില്ല കേട്ടോ ഗൈസ്, സോറി. അപ്പം അങ്ങനെ പിന്നെ ഞാൻ ഈ ബുക്ക് എടുത്തിട്ട് നോക്കുകയാണ്. ഞാനിങ്ങനെ ഏത് ചാപ്റ്റർ പഠിക്കാത്താലും എന്തോരുണ്ട് ആ ചാപ്റ്റർ ഞാനിങ്ങനെ മറച്ചു നോക്കും. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ മറച്ചു നോക്കും എന്തോരുണ്ട് അത് പഠിക്കാമെന്ന്. അതാണ് നിങ്ങൾ കണ്ടുപിടിക്കണത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങളും പിന്നെ പുതിയ പുതിയ വീഡിയോ സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ വീഡിയോ പിന്നെ ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ലഞ്ച് ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഒരു ഡേ. അപ്പോൾ ഇത്രയുള്ള സംഭവം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത്? ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.